ഭയങ്കരമുണ്ട്. ഫൈറ്റ് ഞാൻ അധികം കണ്ടിട്ടില്ല അനശ്വരരാജൻ്റെ, പക്ഷേ ഇതിലൊക്കെ നല്ലൊരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കള്ളൻ്റെ ഒക്കെ ഇതാണെങ്കിൽ കാണാത്തവർ കാണട്ടെ, സസ്പെൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു? മറ്റേ എന്ത് ജോണറുള്ള സിനിമയാണ് ഏതാ ഈ സിനിമ? എന്ത് ജോണറാണോ? കുറച്ച് ഭാഗമൊക്കെ നമുക്ക് രസമുണ്ട്, ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ കായംകുളം കൊച്ചുണ്ണിനൊക്കെ ഒന്ന് ഓർത്തു പോയി. അതൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അർജുൻ അനശ്വര കോമ്പോ ഒക്കെ ഉണ്ട്. ബാലവർഗീസ് കോമ്പോ കോമഡിയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ. എന്ത് ജോണറുള്ള സിനിമയാണ്? ഒരു വെറൈറ്റി ക്യാരക്ടർ. അർജുന സോനോ കോമഡി കോമഡിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടോണ്ടായിരുന്നു. ഇത് എന്ത് ജോണറുള്ള സിനിമയാണ്? അതൊരു കോമഡി സസ്പെൻസ് ആയിട്ടൊരു മൂവിയാണ്. ഫാമിലി മൂവിയാണ്. പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു. ഈ ബാലവർഗീസ് അവരൊക്കെ എങ്ങനെയാണ്? അനശ്വരരാജനൊക്കെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് ബാലവർഗീസിന്റെ അഭിനയമായിട്ട്. ഇത് എന്ത് ജോണറുള്ള സിനിമയാണ്? ആക്ഷൻ ത്രില്ലറാണ്. കോമഡി ത്രില്ലർ എന്ന് പറയാം. പിന്നെ നമ്മൾ അനശ്വരാജ് ആക്ഷൻ ചെയ്യുന്നത് മമത മൂവി നമ്മുടെ അനശ്വരാജ് മൂവിയിലാണ്. അത് എൻ്റർടൈനറാണോ അപ്പോൾ നല്ല ശീലമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ കാണും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി കോമഡി എല്ലാം നല്ലൊരു സിനിമ. അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഫാന്റസി സിനിമ കേട്ടോ. ഫാന്റസി പടങ്ങളൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ പോലെ ഇന്റർവ്യൂ അർജുന അശോക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അനശ്വരയും നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അനശ്വര ഒരു ആക്ഷൻ റോളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വൺ ടൈപ്പ് വാച്ച് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു പടം. ഫാമിലി ആയിട്ട് വന്നാൽ ചിരിക്കാനും എല്ലാം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. ചെറിയ സബ്ജക്റ്റ് അത് നല്ലൊരു ഭക്ഷണം ക്ലൈമാക്സ് കോമഡി സെറ്റിംഗ് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ കോമഡി ഈ വർഷത്തേക്കാൾ കൂടുതൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പല കുറച്ച് എൻഗേജ് ചെയ്യാറുണ്ട് എല്ലാവരും. അർജുന അശോകിൻ്റെ ഒരു നല്ലൊരു നല്ല പെർഫോമൻസ്. ബാക്കി എന്താ പറയുക കാണാൻ കണ്ടു. ഗംഭീര കാരണം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അഭിനയിച്ച് കണ്ടിരുന്നു. അർജുൻ കടനെ കൂട്ടുകാരാണ്. പിന്നെ ബാലകൃഷ്ണനും നല്ലൊരു കമ്പനിക്കാരനാണ്. അപ്പോൾ നല്ലൊരു വൈബ് എൻ്റർടൈൻമെൻ്റാണ്. ഒരു എന്താ പറയുക ഇന്നത്തെ യൂത്തന്മാർക്ക് മാർക്കോ കണ്ട് വയനാട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാടൊരു എന്താ പറയുക എക്സ്ട്രീമിലി കൂളായിട്ട് നമുക്ക് ചിൽ വൈബിൽ കാണാൻ പറ്റുന്ന ഒരു ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരുപാട് കുടുംബങ്ങൾ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കോർഡിനേറ്റർ സനീഷേട്ടിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻ്റെ ഒരു മാനേജറായിട്ടുള്ള നമ്മുടെ കൊച്ചിക്കാർ മറ്റേ വിഷ്ണു കൊച്ചിക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു കഴിയില്ല. കാരണം മറ്റേ അർജോസിൻ ചേട്ടനും നമ്മുടെ ബാലോറി ചേട്ടനും പിന്നെ നമ്മുടെ അനശ്വരാജ് ചേച്ചിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. കാരണം കോമഡി എന്ന് പറഞ്ഞാൽ മാറേ കോമഡിയാണ്. പിന്നെ ഫൈറ്റില്ല ഗംഭീരമുണ്ട്. കാരണം അനശ്വരാജിന് ഇതുവരെ ചെയ്ത നാളെ സിനിമ വെച്ച് മറ്റേ എന്താ പറയുക തമിഴ് സിനിമയാണെങ്കിലും ഉദാഹരണം സുജാതി ആണെങ്കിലും ഗംഭീരമാണെന്ന്. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കേരളത്തിലാണ്. കാരണം അനശ്വരയുടെ ഫൈറ്റ് കണ്ടിരുന്നോ? വളരെ അടിപൊളി. നല്ല എൻ്റർടൈനറാണ്. കോമഡി ഉണ്ട്. അടിപൊളിയാണ്. ഒരുപാട് അടിപൊളി പടമാണ്. നല്ല ഫാമിലി ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നന്നായിട്ട് ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല എൻ്റർടൈനറാണ്. ഇപ്പോൾ ഒരു പാസഞ്ചേഴ്സ് ഇപ്പോൾ എന്തെങ്കിലും ബാക്കി വിജയപഠനമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നന്നായിട്ട് പ്രസൻ്റായിട്ട് നമുക്ക് കണ്ടിട്ട് ഇറങ്ങാൻ പറ്റുന്ന ബാലവർഗീസും എല്ലാവരുടെയും പെർഫോമൻസ് അർജുന അശോകനും ബാലവർഗീസ് അനശ്വര എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വരയുടെ ഒരു ഇതിനകത്ത് ഫൈറ്റ് കൊണ്ട് കുറച്ച് സാധനങ്ങൾ അതൊക്കെ നന്നായിട്ട് അനശ്വര ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലവർഗീസ് അറിയാലോ, ബാലവർഗീസ് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് ഇത്തരത്തിലുള്ള റോളുകൾ. പിന്നെ അർജുന അശോകൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതും നന്നായിട്ട് വന്നിട്ടുണ്ട്.